രാഹുൽ നാഥ് കൂടി നമുക്കൊപ്പം ചേരുന്നു ലത്തീഫിന്റെ വീട്ടിൽ നിന്നും. രാഹുൽ, ഒരുപാട് 11 മക്കളാണ് സൽമ ബീവിക്കുള്ളത്. അവരിൽ ഒരു മകനും ഭാര്യയുമാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇവരിലേക്ക് മാത്രമായി ഈ കൊലപാതകി എത്തിയത്, പ്രതി എത്തിയത്? ആ കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. സ്ഥലത്ത് നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് രാഹുൽ? മോത്തി, അത് തന്നെയാണ് ഈ ഒരുപക്ഷെ ആസൂത്രണം ചെയ്ത കൊലപാതക പരമ്പരയുടെ 2ാം ഘട്ടം അരങ്ങേറുന്നത് ഇവിടെയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടേക്ക് എത്തി എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനം. 2 സാധ്യതകളാണ് ഇന്നലെ മുതൽ പറയുന്നത്. ഒന്ന് കടബാധ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, മറ്റൊന്ന് പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കാരണം പിതാവ് വിദേശത്തായിരിക്കുമ്പോൾ ഇന്നലെ രാവിലെ ഈ നാട്ടുകാർ ഉൾപ്പെടെ പറഞ്ഞു, ഇന്നലെ രാവിലെ ഇത്തരത്തിൽ ഈ പ്രതിയുടെ മൂത്താപ്പയാണ്, അത് പിതാവിൻ്റെ സഹോദരനാണ്, ഈ പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഭിപ്രായം പറയാനും അതിന് ചർച്ചയ്ക്കുമായി പോയിരുന്നപ്പോൾ അനുഭാവപൂർവ്വമായി, അതായത് ഒരു നിഷേധാത്മക മനോഭാവമാണ് പ്രകടിപ്പിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ പകയാണോ, അതോ ഈ പറയുന്നത് പോലെ സാമ്പത്തിക കടബാധ്യതയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അതിൽ സഹായം നൽകാത്തതിലെ പകയാണോ എന്നുള്ള 2 കാര്യങ്ങളാണ് ഇപ്പോൾ മുന്നിലുള്ളത്. എന്തായാലും നാട്ടുകാർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഈ വാർത്ത അറിഞ്ഞപ്പോൾ വല്ലാതെ ഞെട്ടലായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഇദ്ദേഹത്തെ അറിയാമായിരുന്നു? അദ്ദേഹം അറിയാമോ? ശാന്തമായിട്ട് ജീവിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹമായിട്ട് വേറെ പരാതി മറ്റു കാര്യങ്ങളൊന്നും ആർക്കുമില്ല. നല്ല സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. സ്ത്രീയെ പറ്റിയിട്ടും ഭർത്താവിനെ പറ്റിയിട്ടും ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. സഹോദരന്റെ മകനാണ് കൊലപാതകം ചെയ്തിരിക്കുന്നത്. അതെ. പയ്യനെപ്പറ്റി കൂടുതൽ നമുക്കറിയില്ല. പയ്യനെ മറ്റ് സുഹൃത്തുക്കളായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഒരു ഒറ്റപ്പെട്ട ജീവിതമാണ് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത്. അത്ര നമുക്ക് കൂടുതൽ അറിയില്ല. ഇദ്ദേഹത്തെ ഈ പറയുന്നത് പോലെ പള്ളിയിലും ഈ പരിസരത്തും വെച്ച് കണ്ടുള്ള പരിചയമാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ഈ ഇതേപോലെ ബന്ധുക്കൾ വരികയോ അങ്ങനെ എന്തെങ്കിലും? അല്ല, അതിനെപ്പറ്റി കൂടുതൽ നമുക്കറിയാൻ വയ്യ. ഞങ്ങൾ താമസിക്കുന്നത് കുറച്ച് അപ്പുറത്താണ് താമസിക്കുന്നത്. അതെ. അപ്പോൾ അങ്ങനെ തന്നെയാണ്. അതായത് ഇദ്ദേഹം നാട്ടിൽ സജീവമായി ഇടപെടുന്നയാളാണ്, പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നയാളാണ്. അപ്പോൾ ഈ കൊലപാതകത്തിൽ എത്തരത്തിലാണ് ഒരു പക ഇത്തരത്തിൽ ഈ വീട്ടിലേക്ക് എത്തി പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയും കൊല്ലുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനം. എന്തായാലും ഇത് ചെയ്യുമ്പോഴൊക്കെ, കാരണം നമുക്ക് ഈ പറയുന്ന മൃതദേഹങ്ങളുള്ള ഇടങ്ങൾ ഈ പോലീസ് ഉൾപ്പെടെ വിശദീകരിച്ചതാണ്. ആ ഘട്ടത്തിലൊക്കെ പരിചയമുള്ള ഒരു വ്യക്തി എത്തുന്നു. ഇവർക്ക് പ്രതിക്ക് ഒട്ടും അപരിചിതരല്ല ഇവരാരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ യാത്രയിലുടനീളം എങ്ങനെയാണ് ആ മനസ്സ് ചിന്തിച്ചത്, എങ്ങനെയാണ് ഇവരെ കൊല്ലാൻ കഴിഞ്ഞത് എന്നുള്ള ചോദ്യമാണ്. അതിന് പ്രേരണയായ കാര്യം എന്താണ് എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രസക്തം. അത് ലഹരിയാണോ, അതോ മറ്റെന്തെങ്കിലും കാര്യമാണോ, കടബാധ്യത പോലുള്ള കാര്യമാണോ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി വരുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന വീട്, ഇന്നലെ ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ ഈ കതകിന്, ഇപ്പോൾ കാണുന്ന ഈ കതകിന് തൊട്ട് പിറകിലാണ് ഈ സ്വീകരണ മുറിയിലെ സോഫയുള്ളത്. ആ സോഫയിൽ, അതായത് ഒരു പരിചയക്കാരൻ ചെല്ലുന്നു, അത് സഹോദരൻ്റെ മകനാണ്. മകൻ ചെല്ലുമ്പോൾ കതക് തുറക്കുന്നു, ഒരു സംസാരത്തിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹം സോഫയിൽ ഇരുന്ന് ഇരിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഘട്ടത്തിൽ ഇവർ സംസാരിക്കുമ്പോൾ ചുറ്റിക കൊണ്ട് അഴിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. അപ്പുറത്തേക്ക് മറ്റ് ആയുധങ്ങൾ ഉപയോഗിച്ചോ എന്നുള്ള സംശയവുമുണ്ടെന്ന് ഇന്നലെ പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെ ലത്തീഫിൻ്റെ മൃതദേഹം അത്തരത്തിൽ സോഫയിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്, ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹമുള്ളത്. അത്തരത്തിൽ ഒരു പക്ഷേ ഒരു സംസാരത്തിൻ്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ആശയവിനിമയം നടത്താനുള്ള ഘട്ടത്തിലൊക്കെ ആകണം അത്തരത്തിൽ ഈ ചുറ്റിക കൊണ്ട് ഒരു മർദ്ദനം ഏൽക്കുന്നത്. തൊട്ട് പിന്നിൽ അടുക്കളയാണ്, അടുക്കള ഭാഗമാണ്. ആ ഭാഗത്തേക്ക് ഷാഹിദയുടെ മൃതദേഹവും നിലത്ത് വീണ നിലയിലാണ് കണ്ടെത്തിയത്. നാട്ടുകാർ, ആദ്യം പോലീസിനൊപ്പം കയറിയ നാട്ടുകാർ പറഞ്ഞ മുഖത്താണ് വലിയ മുറിപ്പാടുകളുള്ളത്. അത് വെട്ടിയതാണോ, ഇത്തരത്തിൽ ചുറ്റിക്കൊണ്ടുള്ള അടി കിട്ടിയതാണോ എന്നുള്ള സംശയമാണ് ആദ്യം പ്രകടിപ്പിച്ചിരുന്നു. എന്തായാലും ഷാഹിദയുടെ മൃതദേഹത്തിൻ്റെ വായിൽ തുണി തിരികെ കയറ്റിയ നിലയിൽ കണ്ടെന്നും അവർ പറയുന്നുണ്ട്. എന്തായാലും അത്തരത്തിൽ ഈ പറയുന്നത് പോലെ വളരെ ആസൂത്രിതമായി ഈ പ്രദേശത്തെക്കുറിച്ചും ഇന്നലെ പറഞ്ഞിരുന്നു. അതായത് ഇത് ആലുമുക്ക് എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്ന് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അധികം ആൾ താമസമില്ലാത്തൊരു പ്രദേശമാണ്. ചേട്ടാ, ഈ പ്രദേശത്ത് ഏതാണ്ട് 5 മണിയോടുകൂടി എത്തിയെന്നാണ് പറയുന്നത്. ആ സമയത്ത് ഇവിടെ ആളുണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ? ആളിതിലേ പോകും, പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന അറിയാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതിന്റെ ഉമ്മ മരിച്ചായിട്ട് നമുക്കൊരു 5:45 നമുക്ക് കിട്ടി. അപ്പോൾ അതിന് മരിപ്പിന് പോകാനുള്ള സംവിധാനത്തിൽ ഇരിക്കുമ്പോഴാണ്, അങ്ങനെയുള്ള മരിപ്പല്ല, അല്ലാത്ത രീതിയിലാണ് ഇവിടെ അവരുടെ മകനും ഭാര്യയും മരിച്ചു കിടക്കുന്നതായിട്ട് പിന്നെ അറിയുന്നത്. എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കണ്ടതായോ? സംശയമൊന്നുമില്ല. ഇപ്പം ഇതുമായി അത് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകനാണ് ഇത് ചെയ്തതായിട്ടാണ് അപ്പോഴേ അറിയുന്നതല്ല. സഹോദരൻ്റെ മകൻ തന്നെ കൊല്ലുമെന്ന് പറയുമ്പോൾ നാട്ടിൽ സജീവമായി നിൽക്കുന്ന ആളാണ്. പിന്നെ പ്രത്യേക മറ്റു പ്രശ്നങ്ങളുണ്ടായിട്ടൊന്നും നാട്ടുകാരോടൊന്നും, പിന്നെ ബാക്കിയുള്ള ഈ പയ്യനൊന്നും ഇവിടെ അധികം വരാറൊന്നും ഇല്ല.
ഇദ്ദേഹം മിക്കവാറും ഈ പള്ളിയിലെല്ലാ കാര്യങ്ങളൊക്കെ നോക്കുന്ന പുള്ളിയാണ്. അതിനൊക്കെ തന്നെ എൻ്റെ അമ്മയെ കാണാൻ അങ്ങോട്ട് പോകാറുണ്ടോ അല്ല. ആ ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ പള്ളിയിൽ വരാതെ ഉള്ളൂ. ആ ദിവസങ്ങളിൽ ഇപ്പം പോയി കാണുമെന്ന് വിചാരിച്ചു, ഇന്നലെ വരാത്തത്. ആ സമയത്ത് മരണപ്പെട്ട് കിടക്കുകയാണ്. നമ്മൾ ഇന്നലെ ലത്തീഫിന്റെ മരുമക്കളൊക്കെ എത്തി. അപ്പൊ അവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു? ഇല്ല, അതൊന്നുമില്ല. അത് രണ്ടുപേരും അകത്തുണ്ട് ഇവിടെ. കാരണം അവർക്കൊരു ബന്ധവുമില്ലല്ലേ ഈ പറയുന്ന പ്രതിയുമായൊരു ബന്ധവും ഒന്നും പറയുന്നില്ല. ബന്ധം അവർക്ക് ബന്ധുവാണ്, വലിയ ഈ സമയത്തില്ല. മോത്തി, അത് തന്നെയാണ് മറ്റൊരു പ്രസക്തമായ കാര്യം. ഇന്നലെ രാത്രി മരുമകനുമായി, അതായത് ലത്തീഫിന്റെ മരുമകനുമായി സംസാരിച്ചപ്പോൾ നമ്മൾ ചോദിച്ചതാണ് ഈ സഹോദരനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ്, സഹോദരന്റെ മകനെ അറിയാമോ, ഈ പ്രതിയെ അറിയാമോ, അഫാനെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ കോവിഡ് കാലത്തെന്നോ കണ്ട ഓർമ്മ മാത്രമാണുള്ളത്, അല്ലാതെ മറ്റു പരിചയങ്ങളില്ല എന്ന് ചോദിച്ചു. രണ്ടാമതായി നമ്മൾ ചോദിച്ചത് അത്തരത്തിൽ കുടുംബത്തിലെ ഒരാളാണ് കൊലപാതകം ചെയ്തതെന്നാണ് പറയുന്നത്, മൊഴിയും അങ്ങനെയാണ്, അത് വിശ്വസിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അത് വിശ്വസിക്കാതിരിക്കാൻ കാരണങ്ങളില്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം അത്രമാത്രം വിശാലമായൊരു ബന്ധം ലത്തീഫിൻ്റെ സഹോദരങ്ങളുടെ കുടുംബവുമായി, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ സഹോദരൻ, അതായത് അഫാൻ്റെ പിതാവിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടില്ലായിരുന്നു, അഫാനുമായി ഇല്ലായിരുന്നു എന്നാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കിയിരുന്നത്. കാരണം അത്തരത്തിൽ ഒരു സംശയമില്ല എന്ന് എടുത്തു പറയാൻ കഴിയുന്നില്ല. അന്വേഷണം നടക്കട്ടെ എന്ന തരത്തിലാണ് പറഞ്ഞിരുന്നത്.